ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു ചെറിയ ക്രിസ്മസ് ഷോപ്പിംഗ്, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്, പിന്നെ പള്ളിയിൽ നിന്ന് കരോണ വന്നത്, ഇതൊക്കെ കൂടിയുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോയത് പാണ്ടാമാർട്ടിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പാണ്ടാമാർട്ടിലേക്ക്. നോക്കൂ, എത്ര വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ക്രിസ്മസ് ഡെക്കറേഷനുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെയുണ്ട്. എല്ലാം കണ്ടു നടക്കാൻ തന്നെ നല്ല രസമുണ്ട്. ക്രിസ്മസ് ഡെക്കറേഷനുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെയുണ്ട്. ആദ്യം തന്നെ എല്ലാം ഒന്ന് കണ്ടു നടന്നു. ഞാനും ഹണിയും പിന്നെ നേരെ പോയത് ടോയ് സെക്ഷനിലേക്കാണ്. ഹൈഡുക്കുട്ടിന് വേണ്ടി അവിടെ നിന്ന് കുറച്ച് ടോയ്സ് ഒക്കെ അവളെടുത്ത്. എനിക്ക് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങണം. ഇസുക്കുട്ടനും ലോലിക്കുട്ടിക്കും വേണ്ടി പറ്റിയ കുറച്ച് ടോയ്സ് ഒക്കെ ഞാനും അവിടെ നോക്കി വെച്ച്. എനിക്കിവിടെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കണ്ടത്. ഇത് മറ്റേ കഴുത്തിലിടണ പോലത്തെ ഹെഡ്ഫോൺ പോലത്തെ ശരി, അവള് വാങ്ങിച്ചിട്ടോ കൊടുത്തായിരുന്നേ. അവളുടെ കെട്ടിയോ നാട്ടിൽ വന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മറ്റേ ഇതിന്റെ അകത്തൊക്കെ ചൈനക്കാർ പരസ്യത്തിൽ കാണത്തില്ല എപ്പോഴും ഇതുപോലത്തെ സംഭവങ്ങള്. നല്ല ചൂടുകാലത്തെ കഴിയൂടെ ആയിരിക്കല്ലേ. ഇത്രയാണ് 11. കാറ്റത്തിൽ വലിയ തണുപ്പൊന്നല്ല. ഇത് രണ്ടും മേടിച്ചപ്പോ കണ്ടായിരുന്നു. ഇത് വേറെ സാധനം. ഇത് ട്രിയലിടാനുള്ള സാധനം. അതിന് വേറെയാണ്. ഇത് ട്രിയല്, ഇത് കേറി വരുന്നത്, ഇത് കേറി വന്ന് തൂക്കിയിടും. അതും കൂടെ വേണമെങ്കിൽ അത് നറുക്കിടും. ഒരു മിനിറ്റ്. അങ്ങനെ ഡെക്കറേഷന് വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ ഞങ്ങൾ പോയത് മേക്കപ്പ് സെഷനിലേക്കാണ്. നമ്മൾ ഗേൾസിന് ഈ വക ഐറ്റംസ് കാണാൻ, അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയില്ല നമുക്കൊരു മനസ്സമാധാനം ഇല്ലല്ലോ. ഞാനങ്ങനെ ലാസ്റ്റ് 4 നെയിൽ പോളിഷും ഒരു ഗ്രീൻ കളർ ഐലൈനറൊക്കെ എടുത്തു. പ്രിയയും ജൂബിയും ടിൻസിയും ലിപ്സ്റ്റിക്കാണ് കിടന്ന് തപ്പുന്നത്. അവരും അതിൽ നിന്നൊക്കെ എടുത്തു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രി 10 മണിയാകാറായി. എൻ്റെ അമ്മോ, വയറ്റിൽ വിശപ്പിന്റെ വെളി വന്നതുകൊണ്ട് ആദ്യം ബർഗർ കിങ്ങിലേക്ക് കൊണ്ട് വണ്ടി നിർത്തിയത്. നിർഭാഗ്യവശാൽ അത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് മക്ഡൊണാൾഡ്സ് ലക്ഷ്യമാക്കി പാഞ്ഞു. മക്ഡൊണാൾഡ്സിൻ്റെ അടുത്തെത്തിയപ്പം അതിൻ്റെ തൊട്ടപ്പോൾ തന്നെ KFC നമ്മളെ ഒന്ന് മാടി വിളിച്ചു. എന്നാലും നമ്മൾ മക്കിലേക്ക് തന്നെ കയറി. വയറ് നിറയ്ക്കാൻ കൈ നിറയെ ബർഗറുമായി ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി.
പിറ്റേന്ന് ഞങ്ങൾ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ് വള്ളിയില്ലാത്ത എന്റെ മകൻ എന്ത് ചെയ്യടി അവിടെ ഉണ്ട് വള്ളിയില്ല ചിന്തിയിലൊക്കെ ഉള്ളൂ വരും കണ്ണുകളിൽ ഓടി. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നാട്ടിലെ ക്രിസ്മസ് കരോളൊക്കെ ഓരോ ഓർമ്മകൾ. ഇനി ന്യൂസിലാൻഡിലെ ക്രിസ്മസ് കരോൾ കാണാനുള്ള കാത്തിരിപ്പാണ്. ഈ ഞായറാഴ്ച ഒരു ഉച്ച കഴിഞ്ഞ് ക്രിസ്മസ് കരോളുകാർ വീട്ടിൽ വരുമെന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ്. നമ്മളങ്ങനെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. വീടിൻ്റെ പുറത്തും ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ പാട്ടും കൊട്ടും മേളവുമായിട്ടൊക്കെ ക്രിസ്മസ് കരോൾ വന്നുപോയി. എന്തായാലും എല്ലാം നല്ല രസമായിരുന്നു. ക്രിസ്മസ് എന്നാലേ ഒരുപാട് ഓർമ്മകളാണ്. എനിക്കൊരിക്കലും മറക്കാനാകാത്തത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ക്രിസ്മസ് കരോളിന് പോയി അടിച്ചു പൊളിച്ചതാണ്. എന്ത് ഉത്സാഹമായിരുന്നു കരോളിന് പോകാനൊക്കെ എന്ന്.